ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലി. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. ഇന്നൊരു ഈവനിങ് ടൈമാണ്. അപ്പോൾ ഞാനൊന്ന് പുറത്തൊക്കെ ഉറക്കം എണീറ്റപ്പോഴത്തേക്കും ഒരു ഉച്ചയായി ഇടാം. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. പാറക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് കുറച്ച് ടെക്സ്റ്റ് ബുക്സ് വന്നിട്ടുണ്ട്, അത് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഞാൻ നല്ല അടിപൊളി ചക്ക വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ 1 കിലോ ഇത്ര ഉണ്ട്, 80 രൂപ അല്ല 100 രൂപയാണ്. 1 കിലോ 80 രൂപ, 100 രൂപയ്ക്ക് വാങ്ങിയിട്ടാ. അപ്പം ചക്ക ഇളക്കി, ചക്ക എരിശ്ശേരി ഉണ്ടാക്കി. പിന്നെ നല്ല മത്തി ഉണ്ട്, മത്തി കണ്ടോ, നല്ല അടിപൊളി നെയ്മത്തി ഉണ്ട്. മത്തിക്കറി ഉണ്ടാക്കാൻ പോവാണ്. പാറുകുട്ടി ഇവിടെ മാംഗോ സാഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളെ കാണിക്കരുത്, അവള് ഗ്ലാമർ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പാറുകുട്ടി ഇവിടെ മാംഗോ സാഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. രാത്രിത്തേന് ചോറും ചക്ക എരിശ്ശേരിയും മീൻകറിയും മീൻ വറക്കാനും കൂടെ ഉള്ള പ്ലാനാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിന്നർ. അപ്പോൾ നമുക്ക് ചക്ക എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞ് ഇപ്പോൾ ഒരു പണിയും ഇല്ലാതെ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേന് ഫോൺ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോണ്ടി കിടക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി കേട്ടോ. അപ്പോഴാണ് ഈ വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാൻ കരുതി എന്തായാലും അതിനങ്ങ് എഡിറ്റ് ചെയ്തിടാമെന്ന്. ഒരു ദിവസത്തെ ഫുൾ ഡേ ഒന്നുമില്ല, ചെറിയൊരു കുക്കിംഗ് പരിപാടിയും ചെറിയൊരു ഈവനിങ് വ്ളോഗ് പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഞാൻ 2 കരിമീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോർമൽ നമ്മുടെ ഫ്രൈ ചെയ്യണ മസാലയൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീന് അറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിനുള്ള മസാലയും സെറ്റാക്കി. അപ്പൊ ഇത് ഒരു സൈഡിൽ ഫ്രൈ ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ചക്ക വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിന്റെ ഉണ്ടല്ലോ ഫിസിൽ കാണുന്നില്ല, നമ്മുടെ വെയിറ്റ് ഉണ്ടല്ലോ അത് കാണുന്നില്ല, അതുകൊണ്ട് അടച്ചു വെക്കാൻ പറ്റില്ല. ഇന്നിപ്പോ തുറന്നു വെച്ചിട്ടാണ് വേവിക്കണത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ടാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. ഒറ്റ സ്റ്റെപ്പിന് തന്നെ 3ഉം റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. അതാണ് പരിപാടി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയില്ലേ. ഞാൻ ചോറ് വേവിച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല കരിമീൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വറുക്കാനായിട്ട് ഇട്ടു. അടുത്ത അടുപ്പിലോട്ട് നല്ല മത്തി ക്ലീൻ ചെയ്ത് തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് വെച്ചിരുന്നതിലോട്ട് അരപ്പ് ചേർത്തങ്ങ് വെച്ചേക്കാം. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 അടുപ്പിലായിട്ട് ഫുഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് മാങ്ങ എടുത്തിട്ടുണ്ട്, മാംഗോ സാഗോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ചവ്വരിയൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്, അതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പാല് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ സെറ്റാക്കി ഇതിനെ ഒരു മാങ്ങ കുറച്ചിങ്ങനെ അതിന്റെ പ്യൂരി എടുക്കണം. അപ്പൊ മാങ്ങ കട്ട് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഒരെണ്ണം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഡിന്നറിനുള്ള പരിപാടിയെല്ലാം കിച്ചണിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ട്. ചക്ക എരിശ്ശേരി വയ്ക്കുന്നതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ചക്ക എരിശ്ശേരി. അപ്പോൾ അതിനുള്ള അരപ്പും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ, മാങ്ങ നമ്മൾ കുറച്ച് പ്യൂരി ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് എടുക്കുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. മാങ്ങ കട്ട് ചെയ്ത സമയത്ത് പാറുകുട്ടി പറയുന്നുണ്ടായിരുന്നു, എന്ത് മണം അമ്മ ഇതെന്ന്, എന്തോ ഒരു പ്രത്യേക മാങ്ങയെന്ന് പറഞ്ഞായിരുന്നു, ഞാൻ പേര് മറന്നുപോയി കേട്ടോ. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ്. കളർ കണ്ടോ ഗൈസ് മാങ്ങയുടെ? എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വരുന്നുണ്ട്. മാങ്ങയുടെ സീസൺ ഏകദേശം കഴിഞ്ഞതുകൊണ്ട് ഇപ്പം അധികം മാങ്ങ കിട്ടുന്നില്ല. ഇത് ആ മാങ്ങയുടെ സീസൺ ടൈമിൽ എടുത്തതാണ്. ഇതിനിങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു വളരെ കുഞ്ഞു പീസസ് ആയിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ വലിയ കുറച്ച് നീളം പീസസ് ആയിട്ടാണ് വന്നത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. കേട്ടില്ലേ കമൻറ്റ്? ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ സാരമില്ല, നമ്മളിങ്ങനെ വലിയ പീസസ് ആണെങ്കിലും കട്ട് ചെയ്തെടുക്കും കേട്ടോ. അതിനെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വീട് മാറിയെന്ന്. വീട് മാറിയതല്ലടാ, ഞാൻ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ വെച്ച് എടുത്ത വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും വർത്താനം പറിച്ചിട്ട് നിർത്തിയിട്ട് മാംഗോ സാഗോ ഉണ്ടാക്കാം. മാംഗോ പ്യൂരി ആക്കി എടുത്തില്ലേ കുറച്ച്, അതിനെ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നും ഞാൻ പാറക്കുട്ടിയുടെ അടുത്ത് ചോദിച്ചാണ് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അത് അടുത്ത് എന്താ ഇടേണ്ടത് അവളോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അടുത്ത് പാലൊഴിക്കമ്മ, അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ അവൾ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ നല്ല തണുത്ത കുറച്ച് പാല് അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്, ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മിൽക്ക് മെയ്ഡ് അങ്ങനെ ഞാൻ വീട്ടിലധികം വാങ്ങിച്ച് വെക്കാറില്ല, കാരണം ഞാനും പാറും മിൽക്ക് മെയ്ഡ് കുറിച്ചുകളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് കഴിച്ച് തീർക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ് ഓർത്തത് നമ്മുടെ ചവ്വരി സാഗോ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തില്ല എന്ന്. പിന്നെ പെട്ടെന്ന് പോയി അത് എടുത്തുകൊണ്ട് വന്ന് അതും ഇട്ട് കൊടുത്തേട്ടാ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കാനുള്ള പരിപാടിയാണ്. മാംഗോ സാഗോ ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. മാംഗോ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കുടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ മാംഗോ പോലെ എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് പപ്പായ. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് പപ്പായയിൽ ചെയ്ത് നോക്കിക്കൂടാന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പപ്പായ സാഗോ ഞാൻ എങ്ങും കേട്ടിട്ടില്ല, എൻ്റെ ഐഡിയ ആണ്, ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പാർക്കുട്ടി നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ കുടിച്ചു. അപ്പോഴത്തേനും തന്നെ കിച്ചണിലിരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ ഉമ്മ, ലവ് യു ഓൾ.